നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ സിൽവർ ജൂബിലി കൺവെൻഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് നോർത്ത് അമേരിക്കയുടെ 19ാമത് ഫാമിലി കോൺഫറൻസ്. മംഗഫ് ന്യൂ ലൈഫ് AG ചർച്ച് ആനുവൽ കൺവെൻഷൻ നവംബർ 11 മുതൽ. കാനഡ സ്പിരിച്വൽ ഗ്രൂപ്പ് ആനുവൽ സമ്മർ ക്യാമ്പ് ജൂൺ 27 മുതൽ. ഓസ്ട്രേലിയയിൽ AUPC ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് കോൺഫറൻസ്. ചർച്ച് ഓഫ് ഗോഡ് ബഹ്റിൻ സഭ 40ാമത് വാർഷികവും സ്തോത്ര പ്രാർത്ഥനയും ജൂൺ 21. ജോർദാനിൽ പുരാതന ക്രിസ്ത്യൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അമേരിക്കയുടെ ചില ഭാഗങ്ങൾ കൂറ്റൻ സുനാമിയിൽ നാമാവിശേഷമാകുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇറാനിയൻ ക്രൈസ്തവർക്ക് പനാമയിൽ തുടരുന്നതിന് അനുമതി. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ സിൽവർ ജൂബിലി കൺവെൻഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. IPC നോർത്ത് അമേരിക്കൻ സൗത്ത് ഈസ്റ്റ് റീജിയൻ രജത ജൂബിലി കൺവെൻഷൻ ജൂലൈ 3 മുതൽ 6 വരെ ഒർലാൻഡോ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദേവസഭയിൽ നടത്തപ്പെടും. പ്രഥമ യോഗത്തിൽ പാസ്റ്റർ ജോയ് എബ്രഹാം അധ്യക്ഷത വഹിക്കും. റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ KC ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ തോംസൺ K മാത്യു പ്രാരംഭ ദിനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഇവാഞ്ചലിസ്റ്റ് KB ഇമ്മാനുവലിന്റെ നേതൃത്വത്തിലുള്ള റീജിയൻ കൊയർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ ബീന മത്തായും യുവജന സമ്മേളനത്തിൽ പാസ്റ്റർ CB എബ്രഹാമും അധ്യക്ഷത വഹിക്കും. തുടർന്ന് പാസ്റ്റർ എബ്രഹാം തോമസ് അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗത്തിൽ റവറൻഡ് ഡേവിഡ് സ്റ്റുവർട്ട് ജൂനിയർ മുഖ്യ പ്രഭാഷണം നടത്തും. റവറൻഡ് ഡോക്ടർ വാൽസൺ എബ്രഹാം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് നോർത്ത് അമേരിക്കയുടെ 19ാമത് ഫാമിലി കോൺഫറൻസ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് നോർത്ത് അമേരിക്കയുടെ 19ാമത് ഫാമിലി കോൺഫറൻസ് ജൂലൈ 3 മുതൽ 6 വരെ ഡാളസിലെ ഷാരോൺ ഈവന്റ് സെന്ററിൽ നടക്കും. വരുവിൻ നമുക്ക് ദൈവവുമായി ഒരുമയിൽ നടക്കാം എന്നുള്ളതാണ് കോൺഫറൻസ് തീം. കോൺഫറൻസിന്റെ വിവിധ സെഷനുകളിൽ റവറൻഡ് ജോ തോമസ്, റവറൻഡ് സജോ തോണിക്കുഴിയിൽ, റവറൻഡ് ജോൺ തോമസ്, റവറൻഡ് ടിങ്കു തോംസൺ, ഡോക്ടർ അനു കന്നത്ത്, ഡോക്ടർ നിരു അൽഫോൺസ് എന്നിവർ പ്രസംഗിക്കും. ഡോക്ടർ ബ്ലസൻ മേമന, റവറൻഡ് ദിലീപ് കുര്യൻ എന്നിവർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. റോബർട്ട് ആൻഡ് ജാൻ ടീമിൽ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകും. മംഗഫ് ന്യൂ ലൈഫ് AG ചർച്ച് ആനുവൽ കൺവെൻഷൻ നവംബർ 11 മുതൽ. മംഗഫ് ന്യൂ ലൈഫ് AG ചർച്ച് ആനുവൽ കൺവെൻഷൻ നവംബർ 11 മുതൽ. മംഗഫ് ന്യൂ ലൈഫ് AG ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 11 മുതൽ 14 വരെ മംഗഫിൽ ആനുവൽ കൺവെൻഷൻ നടക്കും. സ്വർഗീയമായ നമ്മുടെ പാർപ്പിടം മീതെ ധരിക്കുക എന്നതാണ് തീം. പാസ്റ്റർ തോമസ് മാമൻ പ്രസംഗിക്കും. പാസ്റ്റർ സീലാസ് ദേവസ്യ ഗാന ശുശ്രൂഷ നേതൃത്വം നൽകും. പാസ്റ്റർ ബ്ലസൻ ജോയ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കാനഡ സ്പിരിച്വൽ ഗ്രൂപ്പ് ആനുവൽ സമ്മർ ക്യാമ്പ് ജൂൺ 27 മുതൽ. കാനഡ സ്പിരിച്വൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 27 മുതൽ 29 വരെ കാനഡയിൽ ആനുവൽ സമ്മർ ക്യാമ്പ് നടക്കും. പാസ്റ്റർ ബിജു C ഐസക്, പാസ്റ്റർ ക്രിസ് പാടിയത്, പാസ്റ്റർ പ്രത്യാശ് തോമസ് എന്നിവർ പ്രസംഗിക്കും. ലൂക്ക് അപ്പ് റിഡപ്ഷൻ ഈസ് നിയർ എന്നതാണ് തീം. ഡോക്ടർ ബ്ലസൻ മേമന ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഓസ്ട്രേലിയയിൽ AUPC ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് കോൺഫറൻസ്. ഓസ്ട്രേലിയൻ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 29 മുതൽ 31 വരെ ക്യൂൻസ്ലാൻഡ് പെൻ റിവേഴ്സ് ഷോ ഗ്രൗണ്ടിൽ സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കും. പാസ്റ്റർ PC ചെറിയാൻ പ്രസംഗിക്കും. AUPC കൊയർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡ് ബഹ്റിൻ സഭ 40ാമത് വാർഷികവും സ്തോത്ര പ്രാർത്ഥനയും ജൂൺ 21. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ബഹ്റിൻ സഭയുടെ 40ാമത് വാർഷികവും സ്തോത്ര പ്രാർത്ഥനയും ജൂൺ 21 ശനിയാഴ്ച വൈകുന്നേരം 6:30 ZBMC ഹാളിൽ നടക്കും. ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻസിന്റെ ഗൾഫ് മേഖലയിലെ മിഡിൽ ഈസ്റ്റ് റീജിയൻ സൂപ്രണ്ട് റവറൻഡ് സുഷീൽ മാത്യു മുഖ്യ അതിഥിയായിരിക്കും. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു ഫിലിപ്പ് നേതൃത്വം നൽകും. ജോർദാനിൽ പുരാതന ക്രിസ്ത്യൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഗവേഷകർ ജോർദാൻ ചാവുകടലിലെ തെക്ക് കിഴക്കനറ്റത്തുള്ള ഈ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 1500 വർഷം പഴക്കമുള്ള മഡബ മൊസൈക്ക് ഭൂപടത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് പോപ്പുലർ മെക്കാനിക്സ് റിപ്പോർട്ട് ചെയ്തു. ജേണൽ ഗെഫിറയിൽ വിശദമായി വിവരിച്ചിരിക്കുന്ന ഈ കണ്ടെത്തലിൽ സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയുള്ള ഊർജ്ജസ്വലമായ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികമായ ചിത്രീകരണത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. മഡബ മൊസൈക്ക് 157 ബൈബിൾ കേന്ദ്രീകൃതമായ ചരിത്ര സ്ഥലങ്ങളെ ചിത്രീകരിക്കുന്നു. എന്നാൽ അവയിൽ പലതും കണ്ടെത്താനായിട്ടില്ല. അമേരിക്കയുടെ ചില ഭാഗങ്ങൾ കൂറ്റൻ സുനാമിയിൽ നാമാവിശേഷമാകുമെന്ന് മുന്നറിയിപ്പ്.
അമേരിക്കയിലെ പസഫിക് നോർത്ത് വെസ്റ്റ്, അലാസ്ക, ഹവായ് എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അടുത്ത 50 വർഷത്തിനുള്ളിൽ കൂറ്റൻ സുനാമിയിൽ നാമാവശേഷമാകുമെന്ന് മുന്നറിയിപ്പ്. ഭൂകമ്പ മാപിനിയിൽ 8.0 തീവ്രതയേറിയ ഭൂചലനത്തിന് പിന്നാലെയാണ് കനത്ത നാശമുണ്ടാകുമെന്ന് വിർജീനിയ ടെക് ജിയോ സയന്റിസ്റ്റുകളുടെ പഠനം. പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിലാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. തീവ്രതയേറിയ ഭൂചലനം 6 അടിയോളം തീരമില്ലാതെയാകുന്നതിന് കാരണമാകുമെന്നും സുനാമിയുടെ നാശം പൂർണ്ണമാകുമെന്നുമാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇറാനിയൻ ക്രൈസ്തവർക്ക് പനാമയിൽ തുടരുന്നതിന് അനുമതി. അമേരിക്കയിൽ നിന്ന് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നാടുകടത്തപ്പെട്ട 11 ഇറാനിയൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് പനാമയിൽ തുടരുന്നതിന് അനുമതി. മാനുഷിക വിസയിൽ തുടരുന്നതിന് 6 മാസത്തെ കാലാവധി നീട്ടി നൽകിയാണ് തുടരുന്നതിന് അനുമതി നൽകിയത്. ഇവർ നിലവിൽ പനാമയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 2 മാസത്തെ സാവകാശം അവസാനിച്ചതിനെ തുടർന്ന് പനാമ അധികൃതർ കാലാവധി നീട്ടി നൽകിയതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്തു. 27 വയസ്സുള്ള ആർടെമിസ് ഗാംസെസാദെ എന്ന യുവതി ഉൾപ്പെടെയുള്ളവരാണ് പനാമയിൽ തുടരുന്നത്. ഇറാനിൽ മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് പിന്നീട് നാടുകടത്തപ്പെട്ടത്. പനാമയിൽ ആദ്യം അഭയം തേടിയപ്പോൾ 30 ദിവസം താമസിക്കാൻ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. പിന്നീട് 2 മാസത്തെ മാനുഷിക വിസയാക്കി നീട്ടി. ഒടുവിൽ 6 മാസത്തേക്ക് കൂടി തുടരാൻ ഇറാനിയൻ ക്രൈസ്തവർക്ക് അനുമതി നൽകുകയായിരുന്നു. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ സിൽവർ ജൂബിലി കൺവെൻഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് നോർത്ത് അമേരിക്കയുടെ 19ാമത് ഫാമിലി കോൺഫറൻസ്. മംഗഫ് ന്യൂ ലൈഫ് AG ചർച്ച് ആനുവൽ കൺവെൻഷൻ നവംബർ 11 മുതൽ. കാനഡ സ്പിരിച്വൽ ഗ്രൂപ്പ് ആനുവൽ സമ്മർ ക്യാമ്പ് ജൂൺ 27 മുതൽ. ഓസ്ട്രേലിയയിൽ AUPC ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് കോൺഫറൻസ്. ചർച്ച് ഓഫ് ഗോഡ് ബഹ്റിൻ സഭ 40ാമത് വാർഷികവും സ്തോത്ര പ്രാർത്ഥനയും ജൂൺ 21. ജോർദാനിൽ പുരാതന ക്രിസ്ത്യൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അമേരിക്കയുടെ ചില ഭാഗങ്ങൾ കൂറ്റൻ സുനാമിയിൽ നാമാവിശേഷമാകുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇറാനിയൻ ക്രൈസ്തവർക്ക് പനാമയിൽ തുടരുന്നതിന് അനുമതി. ഈ ആഴ്ചയിലെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.